ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ദിവസം കഴിക്കേണ്ടത് 300 ഗ്രാം പച്ചക്കറി എന്നാണ്. ഈ 300 ഗ്രാം പച്ചക്കറി നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം ആരും കഴിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമ്മുടെ തൊട്ട മുന്നിൽ ഒരു 5 ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള ചില പച്ചക്കറികളെങ്കിലും ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അവിടെയാണ് ഈ പഞ്ചകം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 5 വിളകളെങ്കിലും കൃഷി ചെയ്യുക കേരളീയർ എന്നുള്ളതിൽ നിന്നാണ് ഈ പഞ്ചകം എന്നുള്ള ഒരു ചൊല്ല് വന്നത്. അപ്പോൾ എന്താണ് പഞ്ചകം? എന്താണ് ഈ 5 വിളകൾ ഏതൊക്കെ ആയിരിക്കണം? തീർച്ചയായും കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ച കേരളീയരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന നമ്മുടെ ശരീര വളർച്ചയ്ക്കും നമ്മുടെ രോഗപ്രതിരോധത്തിനും ആവശ്യമുള്ള മൂലകങ്ങളും അതേപോലെ വൈറ്റമിനുകളും തരുന്ന വിളകൾ, അവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് ആവശ്യമുള്ള ചില വിളകളെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ടത് ഒന്ന് കറിവേപ്പില. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എയും ഇരുമ്പും അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ കറിവേപ്പില വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ്. അത് പല രീതിയിൽ കൃഷി ചെയ്യാം. നേരിട്ട് മണ്ണിൽ കൃഷി ചെയ്യാം, ചട്ടിയിൽ കൃഷി ചെയ്യാം. രണ്ടാമത്തെ ഒരു വിള മുരിങ്ങയാണ്. മുരിങ്ങ ഇലയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അയഡിനും ഇരുമ്പുമുള്ളത്. അപ്പം മുരിങ്ങ കായ്ക്കാനായി കാത്തു നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. മുരിങ്ങയുടെ ഇല നമുക്ക് തുടരെ ഉപയോഗിക്കാൻ പറ്റും. മറ്റൊന്നാണ് പച്ചമുളക്. ഏറ്റവും കൂടുതൽ പച്ചമുളക്, പ്രത്യേകിച്ച് കാന്താരി പോലുള്ള മുളക് നമ്മുടെ വീട്ടുവളപ്പിൽ ധാരാളം ഉണ്ടായിരുന്നു. ഒരു 5 ചുവട് മുളകുണ്ടെങ്കിൽ 3 അംഗങ്ങളുള്ള ഒരു അണുകുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പച്ചമുളക് ഈ 5 ചുവടിൽ നിന്ന് ലഭിക്കും. മറ്റൊന്നാണ് പപ്പായ. പപ്പായയും ഇതുപോലെ ഫലവൃക്ഷമായിട്ട് മാത്രമല്ല, അതിനെ ഒരു പച്ചക്കറിയായിട്ടും കൂടി നമുക്ക് കാണാൻ പറ്റും. ഈ 4 വിളകളെ കൂടാതെ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ കുറ്റിപ്പയർ, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള തുടർച്ചയായിട്ട് വിളവെടുക്കാൻ പറ്റുന്നത് പയറാണ്. അപ്പോൾ ഈ 5 വിളകൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളീയർക്ക് ആവശ്യമുള്ള പച്ചക്കറിയിൽ ഭൂരിഭാഗവും ഇതിൽ നിന്ന് തന്നെ ലഭിക്കും. ഇത് കൃഷി ചെയ്യാനായിട്ട് 20 സ്ക്വയർ മീറ്റർ സ്ഥലം, 20 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര സെൻറ്റ് സ്ഥലം മതി എന്നുള്ളതാണ് വസ്തുത. ഇല്ലെങ്കിൽ ഒരു 10 കണ്ടെയ്നറുകൾ വെക്കാനുള്ള സ്ഥലമെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ 5 വിളകൾ നമുക്ക് കൃഷി ചെയ്യാം.